രാഹുൽ മാക്കൂട്ടം ഒരു കുട്ടിയല്ലേ, അദ്ദേഹം അക്കാര്യത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞല്ലോ. വ്യക്തിപരമായ സന്ദർശനമാണെന്നൊക്കെ പറഞ്ഞല്ലോ. അത് അങ്ങനെ കണ്ടാൽ മതിയായിരുന്നു. അല്ല, അങ്ങനെ ഞങ്ങൾക്കത്, ഞാനതാ പറഞ്ഞത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും UDF-ഉം LDF-ഉം തമ്മിൽ പോരാട്ടം നടത്തിയപ്പോൾ അൻവർ ആയിരുന്നല്ലോ സ്ഥാനാർത്ഥി. ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 1700 വോട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇപ്പം മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF-ന് വലിയ ഒരു എഡ്ജുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരു നല്ല വിജയം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹം ചില ഗവൺമെൻറ്റിനെതിരെ ചില വസ്തുതകൾ ഉയർത്തിപ്പിടിച്ചത് കൊണ്ട് അങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നവരെ കൂടെ ചേർക്കുന്ന ഒരു സമീപനം UDF-ന് എല്ലാ കാലത്തും ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, MP രാഘവൻ വന്നപ്പോഴും ഗൗരിയമ്മ വന്നപ്പോഴും ഒക്കെ വ്യക്തികൾ വന്ന, അതുപോലെ നിരവധി വ്യക്തികൾ വന്നപ്പോഴൊക്കെ ഞങ്ങളെടുത്ത സമീപനം അതാണ്. ആ സമീപനത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ഞങ്ങൾ കൂട്ടിയത്. എന്നെനിക്ക് തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്ത് പ്രവർത്തനം ആരംഭിക്കുന്നതല്ല ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളേതായാലും ഒരു ഘട്ടം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പാർട്ടി പ്രവർത്തകർ വളരെ സജീവമായി രംഗത്തിറങ്ങുകയാണ്. നല്ല ആവേശത്തോടെ പാർട്ടി പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അതാണ് ജനങ്ങൾ, അവിടുത്തെ ജനങ്ങൾ അത് വളരെ ചിന്താശക്തിയോടെ വോട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ആർക്കാണ് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ കഴിയുന്നത്? അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യില്ലേ? സ്ഥാനാർത്ഥികൾ ധാരാളം ഉണ്ടാകും. അതുകൊണ്ട് അർത്ഥമില്ലല്ലോ. ആ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ട, അദ്ദേഹത്തിനോടാണ്. അങ്ങനെയൊന്നും എനിക്കത് ഞാൻ അങ്ങനെ എന്തുകൊണ്ടാകും? മാത്രം ഉന്നം വെച്ച് PV അൻവർ സംസാരിക്കുന്നുണ്ട്. കോൺഗ്രസിലെ രമേശ് ചെന്നിത്തല, കെ സുധാകരൻ, കുട്ടിക്കൊക്കെ നല്ല സർട്ടിഫിക്കറ്റ് ആണ് നടത്തുന്നത്. VD സതീശൻ ഉന്നം വെക്കുന്നത് കോൺഗ്രസ് പിന്നരെ ഉണ്ടാക്കാൻ അൻവർ ശ്രമിക്കുന്നതിന്റെ അല്ല, അതൊന്നും നടക്കില്ല. ഇതിനകത്ത് എല്ലാവരും ഇപ്പം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെയാണ് പ്രവർത്തിക്കുന്നത്. അതിനൊന്നും നടക്കില്ല. ഒരു സ്ട്രാറ്റജിക്കൽ ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട്. അതായത് അൻവറിനെ കൂടെ നിർത്തുന്ന കാര്യത്തിൽ ഒരു തന്ത്രപരമായിട്ടുള്ള പരാജയം UDF-ന് പറ്റിയിട്ടുണ്ടോ? അല്ല, ഞങ്ങൾ അതിനുവേണ്ടി പരമാവധി ശ്രമിച്ചല്ലോ. മെയ് 2 കോഴിക്കോട് നടന്ന യോഗം സതീശനെയാണ് ചുമതലപ്പെടുത്തിയത്. അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് അദ്ദേഹം തന്നെ വിശദീകരിച്ചല്ലോ അതിൻ്റെ കാര്യത്തെ പറ്റി. പ്രകോപിപ്പിക്കല്ല, അന്നവർക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ടല്ലേ അതൊക്കെ പറഞ്ഞത്. അല്ല, അത് ശരിയാണ്. CPM പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവർക്ക് സ്ഥാനാർത്ഥി ദാരിദ്ര്യമൊന്നും എന്തായാലും ഇന്ന് കേരളത്തിലില്ല. ബംഗാളി ചിലപ്പോഴാണ് വരുന്നത്, കേരളത്തിലേതായാലും ഉണ്ടാകില്ല. അവർക്ക് സ്ഥാനാർത്ഥികളെ എല്ലാ മണ്ഡലത്തിലും നല്ല സ്ഥാനാർത്ഥികളെ ഒക്കെ നിർത്താൻ കഴിയുന്ന പാർട്ടിയാണ്. ഞാനത് കുട്ടികളല്ലേ, അതങ്ങനെ ഒക്കെ കണ്ടാൽ മതി. പിന്നെ അദ്ദേഹം ഇത് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ പാർട്ടി ആണ് വലുത്. ചർച്ച വേണ്ടാന്ന് UDF ഓൺലൈൻ യോഗത്തിൽ തീരുമാനിച്ചതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറെ കാണാൻ പോകുന്നത്. UDF തീരുമാനത്തിന് വിരുദ്ധമല്ലേ? അങ്ങനെ കാണണ്ട പോട്ടെ. നമ്മൾ പറയട്ടെ, നമ്മൾ അപ്പം അൻവർ തന്നെ എത്രയോ കാലഘട്ടങ്ങളിൽ UDF നേതാക്കന്മാർക്കെതിരെ സംസാരിച്ചിട്ടുണ്ടാവും. എന്നിട്ട് UDF-ന് അപേക്ഷ തന്നില്ലേ? അപ്പോൾ അത് ഓരോ കാലഘട്ടങ്ങളിൽ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ച് ആളുകൾ സംസാരിച്ച് കാണും. ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നത്തെ രാഷ്ട്രീയം എന്താണെന്ന് നമ്മൾ കണ്ടാൽ മതി. അപ്പം അൻവർ തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചാലും അസംബ്ലിക്കകത്ത് അല്ലേ, ഒരടിസ്ഥാനമില്ലാത്ത 150 കോടി രൂപ കൊണ്ടെന്നൊക്കെ പറഞ്ഞു. അത് ഞങ്ങൾ ചർച്ച നടത്തിയല്ലോ. എല്ലാ കാര്യങ്ങളും എനിക്ക് പത്രസമ്മേളനത്തിൽ പറയാൻ പറ്റില്ലല്ലോ, അത് നിങ്ങൾക്ക് പറയാം. അല്ല, അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ച ശേഷം
ആ സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളാണ്. ഞങ്ങൾ പറഞ്ഞ ആ പരാമർശം പിൻവലിച്ച് അത് UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞു. അത് ന്യായമല്ലേ? UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് ആ സ്ഥാനാർത്ഥിക്കെതിരെ വിമർശനപരമായി സംസാരിക്കുമ്പോൾ അത് UDF വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് ആലോചിക്കണം. അത് അസ്വാഭാവികത ഉള്ളത് കൊണ്ടാണ് അത് പിൻവലിച്ച് ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണച്ചാൽ ഞങ്ങൾ അദ്ദേഹത്തെ അസോസിയേറ്റ് മെമ്പറാക്കാമെന്ന് തീരുമാനിച്ചു. അതൊന്നുമില്ല, അതൊക്കെ അങ്ങനെയുള്ള കാര്യം. അൻവർ മത്സരിക്കുന്നത് UDF-ന് ഒരു നിലയ്ക്ക് ബാധിക്കില്ല എന്നാണ്. അല്ല, ബാധിക്കേണ്ട സാഹചര്യം അവിടെ ഇല്ല. കാരണം ഇതൊരു രാഷ്ട്രീയ മത്സരമായതുകൊണ്ട്. പിന്നെ വോട്ടർമാരുടെ മനസ്സ് നമുക്ക് ചുഴിഞ്ഞ് നോക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിലയിരുത്തലുകളും വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനവും കഴിഞ്ഞ തവണത്തെ ഞങ്ങൾ VV അൻവർക്കെതിരായിട്ട് തന്നെയല്ലേ കഴിഞ്ഞ തവണ VV പ്രകാശ് മത്സരിച്ചത്. 1700 വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അപ്പോൾ ആ മാർജിൻ നിങ്ങൾ നോക്കിയാൽ മതി. ആ മാർജിൻ വെച്ച് നോക്കുമ്പോൾ അന്ന് LDF-ന് ഒരു മുൻതൂക്കം ഉണ്ടായിരുന്ന സമയത്ത് കോവിഡിന് ശേഷമുള്ള, ഇപ്പോൾ ഇടതു മുന്നണിക്ക് ആ ഒരു അനുകൂല സാഹചര്യം കേരളത്തിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ സംസാരിക്കുകയായിരുന്നു.